നമ്മുടെ ആലപ്പുഴ അത് നമുക്കറിയാം കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റും UDF-നൊപ്പം നിന്നപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് തോറ്റ മണ്ഡലമാണ് ആലപ്പുഴ. അവിടെ KCയുടെ അസാന്നിധ്യം അന്ന് ശ്രദ്ധേയമായിരുന്നു. കാരണം KC അവിടെ ദീർഘകാലം MP ആയിരുന്ന ആളാണ്. അതിനുശേഷം ഷാനിമോൾ ഉസ്മാൻ വരുന്നു. പലവിധ ഫാക്ടറുകൾ കൊണ്ട് ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ചെറിയ വോട്ടുകൾക്കാണ് എങ്കിൽ പോലും ആരിഫ് ഒരു പച്ചത്തുരുത്തായി CPM-ന് ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ട്. കണലൊരു തരി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ആരിഫിനെ കുറിച്ച്. ഇത്തവണ ആരിഫ് തന്നെയാണ് ആലപ്പുഴയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അവിടെ ചിത്രരഞ്ജനൊക്കെ പോസ്റ്റർ അല്ലെങ്കിൽ ചുവരെഴുതുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു, ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അവിടെ KC വേണുഗോപാൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, സ്വാഭാവികമാണ്. കാരണം KC അത്രത്തോളം ജനകീയനാണ് ആലപ്പുഴയിൽ, അല്ലേ രഞ്ജിത്തെ? അത് തന്നെ രണ്ട് ഘടകങ്ങളാണല്ലോ. ഒന്ന് ആലപ്പുഴയുടെ വിജയസാധ്യത. ആലപ്പുഴയെ സംബന്ധിച്ച് കോൺഗ്രസിനും UDF-നും അവതരിപ്പിക്കാൻ കഴിയുന്ന വിജയസാധ്യത ഏറ്റവും കൂടിയ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ തന്നെയാണ്. KC വേണുഗോപാൽ 2 തവണ അവിടെ MP ആയ ആളാണ്. എല്ലാ മണ്ഡലത്തിലും ഭൂരിപക്ഷം നേടി തന്നെ MP ആയ ആളാണ്. അതിനു മുമ്പ് അവിടെ MLA ആയ ആളാണ്. ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ എല്ലാ പരിധിയിലും വ്യാപകമായ ബന്ധമുണ്ടാക്കുകയും അത്തരത്തിലൊക്കെ ഇലക്ഷൻ മാനേജ് ചെയ്യാൻ എല്ലാ വിഭാഗങ്ങളുമായി, പ്രത്യേകിച്ച് KC വേണുഗോപാൽ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ സാമുദായിക സമവാക്യവും KC വേണുഗോപാലിന് അനുകൂലമാക്കി നിർത്താനൊക്കെ കഴിയുന്ന അത്തരത്തിൽ കൂടി ശേഷിയുള്ള ഒരു നേതാവ് കൂടിയാണ്. ആകെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് പണ്ട് KC വേണുഗോപാലിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകൾ കൊണ്ട് ഈഴവ വോട്ടിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല മറ്റ് വിഭാഗങ്ങളുടെ വോട്ടുകളിൽ KCക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. ഇത്തരം ടാക്ടിക്സുകളൊക്കെ നന്നായി അറിയുന്ന ആൾ കൂടിയാണ് KC വേണുഗോപാൽ. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൻ്റെ നേതാവായിട്ട് കൂടി അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട നേതാക്കളും ആവശ്യപ്പെട്ടതാണ് വെള്ളാപ്പള്ളി നടേശനെ പോയി കാണണമെന്ന്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കാണാതിരിക്കുകയാണ് KC വേണുഗോപാൽ അന്ന് ചെയ്തത്. അതിന് അദ്ദേഹത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ തീരുമാനത്തെ വോട്ടിനെ ബാധിക്കുക എന്നൊക്കെ അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ അവതരിപ്പിച്ചാൽ സ്വാഭാവികമായും അവിടെ ജയസാധ്യത. രണ്ടാമത്തെ വിഷയം KC വേണുഗോപാലിൻ്റെതാണ്. KC വേണുഗോപാൽ കഴിഞ്ഞ കുറേ കാലമായി ദേശീയ നേതൃത്വത്തിൽ നിൽക്കുകയാണ്. കേരളവുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ വിട്ടു എന്ന് തന്നെ പറയാം. പലപ്പോഴും ചില സ്ഥാനങ്ങളിലേക്ക് തൻ്റെ അനുഭാവികളെ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്നവരെയൊക്കെ വെക്കുക എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്നതുമൊക്കെ കേരളത്തിലെ പരാജയത്തിനൊക്കെ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ സജീവമായി ഇടപെട്ട് നിൽക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി KC വേണുഗോപാലിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ അവസാന നിമിഷം മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ മത്സരിക്കാൻ തയ്യാറായിരുന്നു, ഞാൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ റെഡിയാണ് എന്നൊരു സന്ദേശം ജനങ്ങളിൽ നൽകുകയെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ടത് KC വേണുഗോപാൽ പ്രധാനമാണ്. ആലപ്പുഴ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, അതായത് ആലപ്പുഴയിൽ മത്സരിക്കണമെന്നാണല്ലോ പാർട്ടി പ്രവർത്തകർ വികാരം, അത് താൻ മാനിക്കുന്നു, തീരുമാനം പാർട്ടി എടുത്താൽ മത്സരിക്കും എന്ന ഒരു അർത്ഥ സമ്മതം മൂളിയാണ് മടങ്ങിയത് ദില്ലിയിലേക്ക്.